രാജൻ എന്ന ഈ പാവം വൃദ്ധനെ ഇടിച്ചിട്ടിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോയ ഒരു മാന്യനാണ് പാറശാല SHO ആയ അനിൽകുമാർ എന്ന ഈ പോലീസുകാരൻ. ഇത് തിരിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, അതായത് ഒരു പാവപ്പെട്ടവനാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും ഒന്ന് തട്ടുകയോ ഒന്ന് എതിർക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആ വ്യക്തിയെ ഉപദ്രവിക്കുകയും ക്രൂരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആ വ്യക്തിയെ ചെയ്യുകയും അയാളുടെ കുടുംബത്തിനെ മാക്സിമം ഉപദ്രവിക്കുകയും ചെയ്യും. ഒരു വൃദ്ധനെ ഇടിച്ചിട്ടിട്ട് അയാളെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും മര്യാദ കാണിക്കാതെ നിയമം കയ്യിൽ വെച്ച് നിയമം കയ്യിലെടുത്ത് ആ നിയമത്തെ തന്നെ വളച്ചൊടിച്ച് ആ നിയമത്തെ തന്നെ വെട്ടിച്ചും പറ്റിച്ചും ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചും നിലനിന്ന് പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള പോലീസ് എന്ന്. ആ വണ്ടി ഇടിച്ച് നിർത്താതെ പോയി എന്നത് മാത്രമല്ല, തെളിവ് നശിപ്പിക്കാൻ കൂടി ശ്രമിച്ചിരിക്കുകയാണ് ഈ SHO ഇവിടെ. അത് മാത്രമല്ല, കൂടെയുള്ള പോലീസുകാർ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഒളിവിൽ പോയി എന്നൊക്കെ പറയുന്നത്. എന്ത് തന്നെ ആയാലും അവരവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ സംരക്ഷിക്കും. ഇദ്ദേഹത്തിന് മാക്സിമം നീതി കിട്ടട്ടെ. അതുപോലെ ഈ തെറ്റ് ചെയ്ത പോലീസുകാരന് കിട്ടേണ്ട മാക്സിമം ശിക്ഷ തന്നെ ലഭിക്കട്ടെ. കാരണം നിയമം സംരക്ഷിക്കേണ്ട ആൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ശിക്ഷ തന്നെ ലഭിക്കണം.